ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റമദാനിലെ മൂന്നാമത്തെ ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ ഉപ്പ വന്നിട്ട് കോളിംബെല്ല് അടിച്ചപ്പോഴാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ ആൾക്ക് സ്കൂൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനക്ക് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ടൈം ഉറങ്ങിപ്പോയി. അപ്പോൾ ഇപ്പോൾ വന്ന് ബെല്ലടിച്ചപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം പനറ്റ് സംസാരിച്ചിരുന്നിട്ടൊക്കെ നേരം പോയി. അപ്പോൾ ഇപ്പോൾ പോയി കുറച്ച് കഴിഞ്ഞിട്ടാണ് കിച്ചണിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ തന്നെ ഇതാ ഏകദേശം 11:45 കേട്ടോ. അപ്പോൾ പിന്നെ മടിയായി. ഇന്നിപ്പോൾ എന്തെങ്കിലും തട്ടിക്കൂട്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കന് ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നോമ്പിൻ്റെ അന്ന് വേവിച്ചതായിരുന്നു. അത് ഫ്രീസറിൽ ബാക്കിയുള്ളത് ഇന്ന് ഫുൾ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 3 ദിവസത്തിനായിരുന്നു ഞാൻ അത് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ 2 വലിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതൊന്ന് വേവിച്ചെടുക്കണുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉള്ളി കട്ട് ചെയ്തെടുക്കണുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേ ഒന്നും വേണ്ടല്ലോ, ആവശ്യത്തിന് കുറച്ച് മാത്രമേ സ്നാക്സിനായിട്ട് ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ കട്ട്ലറ്റിലേക്കുള്ള മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബോയിൽ ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടി ഇതിലിട്ടിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാനത്. പിന്നെ ആ നേരം ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് ആദ്യം മാറ്റി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഉടച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം കുഴച്ചിട്ട് ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇപ്പുറത്തായിട്ട് ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറി വരട്ടെ കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ചൂടുണ്ട്, അത് ചൂടാറിയതിൻ്റെ ശേഷം ബോൾസ് ആക്കി വെക്കണുള്ളൂ. അപ്പോൾ ഉള്ളി ഒന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് തക്കാളി എല്ലാം ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണുണ്ട്. അതിലേക്ക് ബീഫെല്ലാം ഇട്ടിട്ട് ബീഫ് കറി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തേങ്ങ ഒന്നും അരക്കണില്ല, നമ്മളിപ്പോൾ മസാലക്കറി പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ ആ നേരം ഞാനിവിടെ കട്ട്ലറ്റിൻ്റെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയിരുന്ന ഹാഫ് മൂണിൻ്റെ കുറച്ച് ഡോ ബാക്കി ഉണ്ടായിരുന്നു. അതിനകത്തേക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് കുറച്ച് വെച്ചിട്ട് ബോൾ സൈസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ബ്രെഡ് ക്രംസിൽ വെച്ചിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയ ക്രംസും ഉണ്ടായിരുന്നു, അതുപോലെ എഗ്ഗ് മിക്സ് ചെയ്തതും ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഞാനൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഡിവൈഡ് ചെയ്തിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. നമ്മൾ പിന്നെ വേറെ 2-3 പാത്രങ്ങളൊന്നും ആക്കി വെക്കണ്ട, ഫ്രിഡ്ജിൽ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതന്നെ ക്ലോസ് ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതിൽ അവിടെ ആദ്യം എടുത്തിട്ടുള്ളത് തീരാൻ വേണ്ടിയിട്ട് ആദ്യം അതന്നെ എടുക്കണം. പിന്നെ അതിൻ്റെ ശേഷം കുറച്ചുകൂടി എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ചിട്ട് അതുപോലെ ക്രംസും കുറച്ചുകൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തേത് എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഇത്രയും കട്ട്ലറ്റും അതുപോലെ ബോൾസുമാണ് 4 ബോൾസുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും എന്താ പറയുക രണ്ടാമത് എടുത്ത ക്രംസ് എല്ലാം ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിതുപോലെ പാത്രത്തിലാക്കിയിട്ട് തന്നെ അടച്ച് വെക്കണം. ഇനി പിറ്റേ ദിവസം ആവശ്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ ആ എഗ്ഗൊന്നും ഹാർഡായി പോകുന്നില്ല കേട്ടോ, നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഇനി ഇതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത്രയും ഫ്രൈ ചെയ്താൽ വീട്ടിൽ വേസ്റ്റ് ആയി പോവും. അപ്പോൾ അതിൽ നിന്ന് പിറ്റേ ദിവസം എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിലാണ് കേട്ടോ വെക്കുന്നത്. ഇനി 4ാമത്തെ നോമ്പിന് ഇൻഷാ അല്ലാഹ് എടുക്കാം. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് കിച്ചണിൽ വന്നത്. അപ്പോൾ അന്ന് ഈ നോമ്പ് തുറക്കുമ്പോൾ ഉള്ള ഐറ്റംസ് എല്ലാം ആയിട്ടുണ്ട്. കറിയും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പൂരിയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രാത്രി ഇനി കഴിക്കുമ്പോഴേ ഫ്രൈ ചെയ്തെടുക്കുള്ളൂ. അപ്പോൾ അത് എല്ലാം ടേബിളിൽ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാരങ്ങ വെള്ളം അതുപോലെ തന്നെ കുക്കുംബർ തന്നെയാണ് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇപ്പോൾ ഞങ്ങളെല്ലാവരും ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷം നോമ്പ് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുതിയ വീട്ടിലെ ഫസ്റ്റത്തെ റംസാനാണ് കേട്ടത്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഈ ഒരു നോമ്പും നല്ല രീതിയിൽ തന്നെ തുറക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കണം. അപ്പോൾ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ എല്ലാ നോമ്പും നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പടച്ചവനെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.